ശർക്കര അമ്മച്ചി അത്രയും ഒരു വിശ്വാസമാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. പൊങ്കാലിടാൻ വരാറുണ്ട്. നമുക്ക് കിട്ടുന്ന എല്ലാ നല്ലതും അമ്മയുടെ അനുഗ്രഹം ആണ് നമ്മൾ വിചാരിക്കുന്നത്, എൻ്റെ മനസ്സിലെ വിചാരം. അതുകൊണ്ട് ഇതുവരെയും ഇത് പൊങ്കാല തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഞാൻ ഒരു 60 വർഷമെങ്കിലും ആവും. ആഗ്രഹം എൻ്റെ അമ്മച്ചി എന്നെ രക്ഷപ്പെടട്ടെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ പൊന്നാര അമ്മച്ചിയാണ്. 10-15 വർഷം എൻ്റെ പൊങ്കാലിടാൻ. ശാർക്കരവാസിനി ദേവി ചന്ദ്രകലാധരിയേ സാംബ സദാശിവ ഗൗരി സാമഗാനമയീ ശർക്കര വച്ച മഹാമൺകുടമൊരു ശ്രീലകമാക്കിയ മായേ ഭവാനിയായി ഭവനാശിനിയായി തിരുവിൽവ മംഗലമൻപൊടു കണ്ടു നമിച്ചു ഭജിച്ചവളെ അമ്മേ ശാർക്കരവാസിനി ദേവി ചന്ദ്രകലാധരിയേ സാംബ സദാശിവ ഗൗരി സാമഗാനമയീ ശർക്കര വച്ച മഹാമൺകുടമൊരു ശ്രീലകമാക്കിയ മായേ ഭവാനിയായി ഭവനാശിനിയായി തിരുവിൽവ മംഗലമൻപൊടു കണ്ടു നമിച്ചു ഭജിച്ചവളെ. ശാർക്കരേശ്വരി നമ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉപദേശക സമിതിയും അതിവിപുലമായ സജ്ജീകരണങ്ങളാണ് ശാർക്കര ക്ഷേത്ര മൈതാനത്ത് ഈ 2024 ഫെബ്രുവരി 14 ഇന്നേ ദിവസം നടക്കുന്ന കുംഭമാസത്തിലെ 1-ാം തീയതി നടക്കുന്ന ശാർക്കര പൊങ്കാലയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. ഏകദേശം 25,000-ഓളം അടുപ്പുകൾ ഉപദേശക സമിതിയുടെയും നമ്മുടെ നല്ലവരായ കുറച്ച് ഭക്തജനങ്ങളുടെയും സഹകരണത്തോടു കൂടി ഏകദേശം 3 ദിവസം 10-ാം തീയതി തുടങ്ങി 3 ദിവസത്തോളം ഞങ്ങൾ രാവും പകലും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ 25,000-ഓളം അടുപ്പുകൾ നമ്മൾ ഈ ക്ഷേത്ര മൈതാനത്തിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് ഇത്തവണയും പൊങ്കാലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ക്ഷേത്ര മൈതാനം കഴിഞ്ഞ് ആൽത്രമൂട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്കും ഇവിടെ നിന്ന് വലിയകട IOB ബാങ്കിൻ്റെ അങ്ങോട്ടും കടകം മഞ്ചാടിമൂട് ഭാഗത്തോട്ടും പൊങ്കാല ക്ഷേത്ര മൈതാനം വിട്ട് പോയിട്ടുണ്ട്. ഏകദേശം 25,000-ഓളം ആൾക്കാർ ക്ഷേത്ര മൈതാനത്തിനകത്ത് പൊങ്കാല ഇട്ടു എന്നാണ് ഉപദേശക സമിതിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എസ്പെഷ്യലി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചിറയൻകീഴ് SHOയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ ക്രമസമാധാനം പാലിച്ചുകൊണ്ട് ഒരു വിഷയങ്ങളുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പൊങ്കാല നടത്തിപ്പിന് ചിറയൻകീഴ് SHOയുടെ ഭാഗത്തു നിന്നും ഏകദേശം 60ഓളം പോലീസുകാർ നമുക്ക് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണമുണ്ട്. വിവിധ സംഘടനകൾ INTUC, സേവാഭാരതി, DYFI അതുപോലുള്ള വിവിധ സംഘടനകളുടെ കീഴിലുള്ള ആരോഗ്യ മേഖലയിൽ നിന്നുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സന്നദ്ധ സംഘടനകൾ സൗജന്യ ദാഹജല വിതരണവും ഭക്ഷണവും ക്ഷേത്രത്തിൻ്റെ നാനാഭാഗത്തും പൊങ്കാല അർപ്പിക്കാൻ വന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യമായി നൽകുന്നുണ്ട്. ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് മുക്തമായി ആ ഒരു രീതിയിലാണ് ഇത്തവണയും പൊങ്കാല ക്രമീകരിച്ചിട്ടുള്ളത്. ഭക്തജനങ്ങൾ നല്ല രീതിയിൽ തന്നെ അതിനോട് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും പ്ലാസ്റ്റിക് ഒഴിവാക്കി തന്നെയാണ് ഇത്തവണ പൊങ്കാലയ്ക്ക് എത്തിയിട്ടുള്ളത്. ഇതുവരെ പൊങ്കാല അർപ്പിക്കാൻ എത്തിയവർക്കും പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും നൽകിയ സന്നദ്ധ സംഘടനകൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ശാർക്കര ദേവി ക്ഷേത്രോപദേശക സമിതിയുടെയും നന്ദിയും കടപ്പാടും ദേവീനാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. മണ്ണിലേക്കെഴുന്നള്ളുമ്പോൾ കോലത്തിരി നാട്ടിൽ നിന്നും ഉമയമ്മ റാണിയാൾ വേണാട്ടു മണ്ണിലേക്കെഴുന്നള്ളുമ്പോൾ അന്നു വേണാട്ടു മണ്ണിലേക്കെഴുന്നള്ളുമ്പോൾ കാളിയൂട്ടിനു കൂടെ എത്തിയ പൊന്നറക്കാലൊരുക്കി വച്ചൊരു കളമിഴുത്തും പാട്ടുമിന്നും തുടരും
പുരവാതിലിൽ മറഞ്ഞു നിന്നൊരു പെൺകിടാവേ, നീയോടിയൊളിച്ചതു കോവിലിലോ എൻ മനസ്സിലോ. ശാർക്കരവാസിനി ദേവി ചന്ദ്രകലാധരിയേ, സാംബ സദാശിവ ഗൗരി സാമഗാനമയീ. കണക്കില്ല, ഒരു 10-15 കൊല്ലത്തിന് മുമ്പേ ഇടയാണ്. ഒന്നുമില്ല അമ്മച്ചിക്ക് പൊങ്കാലയിടുന്നത്. മനസ്സാട്ടി മനസ്സിന്റെ വിശ്വാസം. 1.5 പവന്റെ മാലയും പോയി ഇന്ന്. വെള്ളം എടുക്കാൻ വരും. അവിടെ അറിയിക്കാം. അവരവിടെ എന്തൊരു ചെയ്യും? കള്ളികൾ കട്ടണ്ട അപ്പോഴും പോണതിന് എന്ന് വേണ്ട. പിന്നെ അവരറിയാൻ നമ്മൾ തൂങ്ങണം മക്കളെ. അമ്മച്ചിക്ക് വിശ്വാസമായിട്ട് പൊങ്കാലയിട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ഒരു 10-15 വർഷമായിട്ട് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം കൊറോണ ആയ സമയത്ത് ഇടാൻ പറ്റിയില്ല, എനിക്ക് വരാൻ പറ്റിയില്ല ട്രിവാൻഡ്രത്തുനിന്നായി. ബാക്കി 2002 തൊട്ട് ഇടുന്നുണ്ട്. പിന്നെ ശാർക്കര അമ്മച്ചി അത്രയും ഒരു വിശ്വാസമാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. പിന്നെ കാരണം ഇത് ഞാൻ 2002 ഇവിടെ ആദ്യമായിട്ട് ഇടുമ്പോൾ എനിക്ക് തോന്നി ഈ കോമ്പൗണ്ടിനകത്തുള്ള പൊങ്കാലേ ഉണ്ടായിരുന്നുള്ളൂ, ഈ റോഡിലോട്ടൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ വർഷവും കോമ്പൗണ്ടിന് വെളിയിലേക്കായി, റോഡിലേക്കായി. ഇപ്പം അങ്ങ് വലിയകട അങ്ങോട്ടൊക്കെ അങ്ങ് ആയല്ലോ. അപ്പം അത്രയും ജനങ്ങളിങ്ങനെ വരട്ടെ, അതല്ലേ അതിൻ്റെ ഒരു ഐശ്വര്യം, അമ്മയുടെ ഐശ്വര്യം. അതൊരു അങ്ങനൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് എല്ലാം അമ്മയങ്ങ് ഏൽപ്പിച്ചിരിക്കുക. ബാക്കിയൊക്കെ അമ്മ ചെയ്തോളും. അമ്മയുടെ അനുഗ്രഹം. അല്ല, എനിക്ക് പണ്ടോട്ടെ അമ്മയുടെ ഒരുപാട് അനുഭവങ്ങൾ നല്ലത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ എനിക്കത് കാരണം വലിയ വിശ്വാസം അമ്മേ. അപ്പോൾ പറ്റുന്ന വർഷത്തിലൊക്കെ ഞാൻ വന്നിടുന്നുണ്ട്. പൊങ്കാലിടാൻ വരാറുണ്ട്. നമുക്ക് കിട്ടുന്ന എല്ലാ നല്ലതും അമ്മയുടെ അനുഗ്രഹം ആണ് നമ്മൾ വിചാരിക്കുന്നത്, എൻ്റെ മനസ്സിലെ വിചാരം. അതുകൊണ്ട് ഇതുവരെയും ഇത് പൊങ്കാല തുടങ്ങിയതിന് ശേഷം ഇതുവരെ മുടങ്ങിയിട്ടേ ഇല്ല ഇന്ന് വരെ, ഈ വർഷം വരെ. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നന്നായിട്ട് പൊങ്കാല ഇടാനായിട്ടുള്ള അനുഗ്രഹം ദൈവം എല്ലാ വർഷവും ഭഗവതി തരണമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ നല്ലതും ശാർക്കര അമ്മച്ചിയുടെ കൃപയാണ്. ഞാൻ ഇവിടെ 2 വർഷമായി. 5-6 കൊല്ലം കൊണ്ട് പൊങ്കാലയിടുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ വിളിയിട്ടുണ്ട്. ഫലമൊക്കെ ഉണ്ട്, അതല്ലേ വരുന്നത്. ആദ്യമായിട്ടോ എന്താ എക്സ്പീരിയൻസ് പറയാനുള്ളത്? എൻ്റെ മോനൊരു നല്ലൊരു ജോലി കിട്ടണമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയും ആൾക്കാരെ ജനകൂട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷ ഉണ്ടെന്നാണ്. അല്ല, ഇത്രയും ആളുകളെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും അമ്മച്ചിയുടെ ശക്തി കൊണ്ടാണ് നമ്മൾ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നത്. അമ്മച്ചിയുടെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വെള്ളമെല്ലാം എല്ലാ സൗകര്യങ്ങളും സന്തോഷം. 4 മണിക്ക് വന്നു ഇന്നലെ. നമ്മളെ സ്ഥിരം മരണതി തന്നെ ഇവിടെ വർഷക്കാലം കൊണ്ടേ വരെയല്ലേ. ഞാൻ 20 വർഷം കൊണ്ട് ഇവിടെ വരെ. കുറച്ച് ദിവസം കൊണ്ട് വരുന്നില്ല, നമുക്ക് മരിപ്പൊക്കെ ആയി. 20 വർഷം കൊണ്ട് വരണം മോനെ. അതുകൊണ്ട് ഇന്നലെ 4 മണിക്ക് കഴിഞ്ഞ് വന്ന് ആദ്യത്തെ നട തുറന്ന് നിർമാല്യം കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇത്തിരി വെള്ളവും വന്ന് തോയില്ല പൈപ്പിൽ നിന്നെടുത്ത് പിടിച്ചും കൊണ്ട് ഞങ്ങളിൽ അവിടെ അടുപ്പ് പിടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ ദോശയും മാറ്റി നിന്ന് ഒത്തിരി വെള്ളവും കുടിച്ചു വന്ന് കിടന്നു. കമ്പനിക്കാരുടെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സന്തോഷമായി, ഒരു കുഴപ്പമില്ല മോനെ. ഞാൻ ഒരു 60 വർഷമെങ്കിലും ആവും. ആഗ്രഹം എൻ്റെ അമ്മച്ചി എന്നെ രക്ഷപ്പെടട്ടെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ പൊന്നാര അമ്മച്ചിയാണ്. ഞാൻ ഇവിടെ ജനിച്ച് വളർന്നവളാണ്. എന്നെ മാത്രം അമ്മ രക്ഷപ്പെടുത്തുന്നില്ല. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കല്യാണം കഴിച്ചിട്ട് 42 വർഷമായി. അന്നോട്ട് ഇന്ന് വരെയും ദുഃഖമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മച്ചിക്കേ അറിയാവൂ. ഇവിടെ ഇരിക്കുന്ന അമ്മയ്ക്കേ അറിയാവൂ. എൻ്റെ സുന്ദരി അമ്മച്ചിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ മൊത്തം നിറഞ്ഞിരിക്കുന്ന അമ്മയാണ് ശാർക്കര അമ്മ.
ചെറുതിലെ കള്ളാന ഇടുമായിരുന്നു ശാർക്കര അമ്മച്ചിയെ കൊണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കള്ളാണ ഇടൂല. അപ്പം മനസ്സിൽ എനിക്കറിയാം എൻ്റെ അമ്മച്ചി കള്ളാണ ഇട്ടുവിടുന്നു. ചെറുതിലെ കള്ളാണ ഇടുമായിരുന്നു. കല്യാണം കഴിച്ച 60 ആയതിനു ശേഷം കള്ളാണ ഇടൂല. 42-43 വർഷമായി. അമ്മ എന്നെ രക്ഷപ്പെടുത്തണോ എന്നാണ് ഞാൻ പറയുന്നത്. നിറഞ്ഞു പറയേ എൻ്റെ അമ്മയുടെ മുമ്പ് അത്രയും വിഷമമുണ്ട് മനസ്സിൽ വളരെ. അതാണ് മുഴുക്കാപ്പു ചാത്തുന്ന ശ്രീദേവി രൂപം ഭക്തിയോടെ തൊഴുതു ഞാൻ നിൽക്കുന്നേരം. മുഴുക്കാപ്പു ചാത്തുന്ന ശ്രീദേവി രൂപം ഭക്തിയോടെ തൊഴുതു ഞാൻ നിൽക്കുന്നേരം. ലളിതാ സഹസ്രനാമം ഞാൻ ചൊല്ലും നേരം. അറിയാതെ അറിയാതെ ആത്മാവിൽ അലിഞ്ഞില്ലാതെ ഞാൻ ഒഴുകുമ്പോൾ ആ തിരുമുന്നിൽ അടിമ കിടന്നൊരു ജന്മാന്തര പുണ്യം എൻ സ്നേഹമായി ഗാനമായി കണ്ണീരണിയുന്നു. ശാർക്കരവാസിനി ദേവി ചന്ദ്രകലാധരിയേ സാംബ സദാശിവ ഗൗരി സാമഗാനമയീ. ശർക്കര വച്ച മഹാമൺകുടമൊരു ശ്രീലകമാക്കിയ മായേ. ഭവാനിയായി ഭവനാശിനിയായി തിരുവിൽവ മംഗലമൻപൊടു കണ്ടു നമിച്ചു ഭജിച്ചവളെ അമ്മേ ശാർക്കരവാസിനി ദേവി ചന്ദ്രകലാധരിയേ സാംബ സദാശിവ ഗൗരി സാമഗാനമയീ. ശർക്കര വച്ച മഹാമൺകുടമൊരു ശ്രീലകമാക്കിയ മായേ. ഭവാനിയായി ഭവനാശിനിയായി തിരുവിൽവ മംഗലമൻപൊടു കണ്ടു നമിച്ചു ഭജിച്ചവളെ അമ്മേ